അമേരിക്ക നാറ്റോ രാജ്യത്തെ അടിക്കാനൊരുങ്ങുകയാണ്. ഉം. ഒരു യൂറോപ്പ് വീണ്ടും യുദ്ധഭീതിയിലേക്ക് ചെന്നെത്തുന്ന അവസ്ഥയാണ്. ഇത് ഇന്ത്യ എന്തെങ്കിലും ബാധിക്കുമോ? ഇന്ത്യയെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇത് ഗ്രീൻലാൻഡ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ശ്രമം ഇതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഒരു ഏറ്റുമുട്ടലിലേക്കല്ല ഇപ്പോൾ അമേരിക്ക നോക്കുന്നത്, മറിച്ച് അതിനെ ഏത് വിധേനയും വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിക്ഷേപം നടത്തിയിട്ടോ അല്ലാതെയോ ഒക്കെ ആ ഒരു രീതിയിൽ വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് ഇന്ത്യയെ ഇന്ത്യക്ക് വലിയ ഭീഷണിയാകുമോ എന്നുള്ളതിനേക്കാൾ മുമ്പ് നമുക്ക് ഇത് നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അടിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് പോകുന്നത് നന്നായിരിക്കും. കാരണം ഈ ഡെൻമാർക്ക് എന്ന് പറയുന്നത് നാറ്റോ അംഗമാണ്, അമേരിക്കയും നാറ്റോ അംഗമാണ്. അപ്പോൾ ഡെൻമാർക്കിന് നേരെ ഏതെങ്കിലും ഒരു തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ രണ്ട് നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക സകല ഒന്ന് രണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുണ്ട്, കരാറുകളുണ്ട്. ഈ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള പല കരാറുകളുണ്ട്. ആ കരാറുകളെല്ലാം ലംഘിക്കുന്നൊരു ഘട്ടത്തിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് നാറ്റോ രാജ്യങ്ങൾ ഒന്നും തന്നെ അമേരിക്കയ്ക്കൊപ്പം നിൽക്കില്ല, നേരെ തിരിച്ച് ഡെൻമാർക്കിനൊപ്പം നിൽക്കുന്ന ഒരു സാധ്യതയുണ്ടാവും. അപ്പോൾ US-ൻ്റെ ഈ നീക്കം നിയമവിരുദ്ധമാണ് എന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് UN ചാർട്ടർ ആർട്ടിക്കിളുണ്ട്. അതിൽ ഒന്നില് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ പ്രാദേശിക സമഗ്രതയ്ക്കോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരെ ബലം പ്രയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ US-ൻ്റെ അധിനിവേശം ഈ ഒരു കരാറിൻ്റെ ലംഘനമാണ് എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന് നാറ്റോ കരാറാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ US-ഉം ഡെൻമാർക്കും നാറ്റോ അംഗങ്ങളായതുകൊണ്ട് ഈ കരാർ പ്രകാരം ഗ്രീൻലാൻഡ് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നാറ്റോ അംഗങ്ങളും പ്രതിരോധിക്കാൻ ബാധ്യസ്ഥരാകും എന്നുള്ളതാണ്. മറ്റൊന്ന് സ്വയം നിർണയാവകാശമുണ്ട് ഗ്രീൻലാൻഡിന്. അപ്പോൾ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അവിടുത്തെ ജനങ്ങളുടെ സമ്മതമില്ലാതെ ആ പ്രദേശത്തെ നിയന്ത്രണം മറ്റൊരു രാജ്യത്തിന് കൈമാറാൻ സാധിക്കില്ല. അപ്പോൾ US-നോട് ചേരാനായിട്ട് ഈ ഗ്രീൻലാൻഡിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു കരാറിൻ്റെ ലംഘനം കൂടിയായിട്ട് മാറും. ഹെൽസിങ്കി പ്രഖ്യാപനമുണ്ട്. അതിൽ പറയുന്നത് യൂറോപ്പിലെ അതിർത്തികൾ ബലം പ്രയോഗിച്ച് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് 1975 ഈ ഒരു പ്രഖ്യാപനത്തിൽ പറയുന്നത്. ഈ പറയുന്ന എല്ലാ മര്യാദകളും എല്ലാ കരാറുകളും ലംഘിക്കുന്നതാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഈ നീക്കത്തിലൂടെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഗ്രീൻലാൻഡ് വിൽക്കാനുള്ളതല്ല എന്നുള്ളത് ഡെൻമാർക്കിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മെറ്റ ഫെഡറിക്സൺ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രീൻലാൻഡ് കൊടുക്കാനായിട്ട് ആ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജർമ്മനിയും ഫ്രാൻസും ഒക്കെയും ഡെൻമാർക്കിനാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊരിക്കലും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ പ്രലോഭിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും വീഴ്ത്തുക എന്നുള്ളതാണ്, തങ്ങളുടെ വരുതിയിൽ വീഴ്ത്തുക എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സബ്സിഡികളൊക്കെ ഗ്രീൻലാൻഡിന് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു രീതിയെ മറികടക്കാൻ അതിനേക്കാൾ ഉദാരമായ രീതിയിൽ ഡെൻമാർക്ക് ഗ്രീൻലാൻഡിനോട് സമീപനം പുലർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും US-ൻ്റെ ഭീഷണി വന്നിട്ടുണ്ടെങ്കിൽ ഡെൻമാർക്ക് അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ചൈനയും റഷ്യയും തമ്മിൽ അടുക്കാനുള്ള ഒരു സാധ്യത വരും. അപ്പോൾ വിമാനത്താവളങ്ങളും ഖനികളും ഒക്കെ ചൈന പണ്ടേ ലക്ഷ്യം വെക്കുന്നു. നമുക്കറിയാം ചൈന ഇത്തരത്തിലുള്ള ഖനികളും ബാക്കി വിമാനത്താവളങ്ങളോ ആയിക്കോട്ടെ എവിടെയെങ്കിലുമൊക്കെ സ്ഥാപിക്കാൻ ഉചിതമായിട്ടുണ്ടെങ്കിൽ അവർ പലതരത്തിലുള്ള നീക്കങ്ങൾ അത് പിടിച്ചെടുക്കാനുള്ള കാരണങ്ങൾക്ക് വേണ്ടി നടത്തും. കൂടാതെ US ആണെങ്കിൽ ഗ്രീൻലാൻഡിലെ ഖനന മേഖലയിൽ വൻതോതിൽ നിക്ഷേപം നടത്താമെന്നാണ് പറയുന്നത്. ഈ ധാതു സമ്പത്ത് തന്നെയാണ് ഗ്രീൻലാൻഡിനെ സംബന്ധിച്ച് ഗ്രീൻലാൻഡിനെ ഏറ്റവും വലിയ ഒരു ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ദോഷമാകുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ധാതു സമ്പത്തുകൾ നോക്കുക അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയവൻ ആര് എന്നുള്ളത് ഇന്ന് ലോക രാജ്യങ്ങൾക്കിടയിൽ ഉള്ള കാര്യം. അപ്പോൾ ലിഥിയം, ഗ്രാഫൈറ്റ്, നിയോഡൈമിയം തുടങ്ങിയിട്ടുള്ള അപൂർവ ധാതുക്കളുടെ വലിയൊരു ശേഖരം ഈ ഒരു ഭാഗത്ത് ഗ്രീൻലാൻഡിൻ്റെ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പറയുന്ന പോലെ റഷ്യക്ക് താല്പര്യമുണ്ട്, ചൈനയ്ക്ക് താല്പര്യമുണ്ട്, ഇന്ത്യക്ക് പോലും താല്പര്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ സ്വാഭാവികമായി US-നും താല്പര്യമുണ്ട്. അപ്പോൾ
ഈ ഒരു എന്തുകൊണ്ടാണ് US-നെ അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് US-ന് ഈ താല്പര്യം വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്ത്രപരമായിട്ടുള്ളൊരു സ്ഥാനം എന്ന് പറയും. US-നും റഷ്യക്കും ഇടയിലുള്ള ആർട്ടിക് മേഖലയിലാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ അറ്റാക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർക്കൊരു സേനാ താവളം ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് സ്വാഭാവികമായും ഇതിനെ തടയാൻ പറ്റും. നിലവിൽ US-ന് പിറ്റുഫിക് സ്പേസ് എന്ന് പറയുന്ന ഒരു ബേസ് ഉണ്ട് അവിടെ. ആ ഒരു ബേസ് ഉണ്ട്, പിറ്റുഫിക് സ്പേസ് എന്ന് പറയുന്ന ഒരു ആർമി ബേസ് അവിടെ ഉണ്ട്. ഇത് പോരാതെയാണ് വീണ്ടും പിടിച്ചെടുത്തുകൊണ്ട്, അതായത് ഇപ്പോൾ ഇതിനൊരു പരിമിതിയുണ്ട്, ലിമിറ്റഡ് വേർഷൻ എന്ന് പറയുന്നത് പോലെയാണ്. പൂർണ്ണമായിട്ടും ഗ്രീൻലാൻഡ് സ്വന്തം അധീനതയിലായിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ളത് ഇവരെ സംബന്ധിച്ച പ്രശ്നം എന്താ പറയുക, ഇവരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി റഷ്യയെ സംബന്ധിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആർട്ടിക് മേഖലയിലുള്ള ആധിപത്യം എന്ന് പറയുന്നത് റഷ്യക്ക്, US-ന്റെ ഒരു ആധിപത്യം റഷ്യയെ സംബന്ധിച്ച് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കും. കാരണം റഷ്യയുടെ നാവികസേനയ്ക്കും വ്യാപാര കപ്പലുകൾക്കും ഒക്കെ ഇത് വലിയ ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട്. ഗ്രീൻലാൻഡ് US-ന് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ വരും, അവരുടെ സൈനിക താവളങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വരും. അപ്പോൾ ഇതിനെല്ലാം പ്രതിരോധിക്കാനായിട്ട് റഷ്യക്ക് അവിടെ അണ്വായുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിന്യസിക്കേണ്ടി വരും, അവിടെയെല്ലാം സ്ഥാപിക്കേണ്ടിയും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആർട്ടിക്കിലെ ഇപ്പോഴത്തെ കപ്പൽ പാതകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നിയന്ത്രണത്തിൽ ഉള്ളത് കൂടിയാണ്. റഷ്യയുമായി ചേർന്നിട്ടുള്ള ഒരു ഡീല് പ്രകാരം അവിടെ ഇന്ത്യക്കും സ്വാതന്ത്ര്യമുണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അമേരിക്ക വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു നിയന്ത്രണം വെക്കും അമേരിക്ക സ്വാഭാവികമായിട്ടും. ആ ഭാഗത്തേക്ക് ഇപ്പോൾ നമുക്ക് ഏത് സമയത്തും കയറി ചെല്ലാം എന്നുള്ള രീതി ഉണ്ടെങ്കിൽ ഇതുണ്ടാവില്ല. അമേരിക്ക വരുമ്പോൾ അമേരിക്ക അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ഡോറൊക്കെ ഫിറ്റ് ചെയ്ത് അവരോട് ചോദിച്ച് കയറാനുള്ള സാധ്യതയിൽ വയ്ക്കും. ഇത് റഷ്യയുടെ വരുമാനത്തെ പോലും ബാധിക്കുന്നതാവും. കാരണം ഇപ്പോൾ സമ്പൂർണ്ണ ആധിപത്യം റഷ്യക്കുണ്ട്. അപ്പോൾ ഈ റഷ്യയെ സംബന്ധിച്ച് അവിടെ അമേരിക്ക വരുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു നീക്കത്തെ ചെറുക്കാനായിട്ട് റഷ്യയും ചൈനയും ചേർന്ന് US-നെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ചൈനയാണെങ്കിൽ സ്വയം നിയർ ആർട്ടിക് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നത് ചൈനയ്ക്ക് സ്വാഭാവികമായിട്ടും താല്പര്യമുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രിയൻ ചോദിച്ചതുപോലെ ഇനി ഇന്ത്യയുടെ കാര്യം. ഇന്ത്യക്ക് ഇതിലൊരു 3 വശങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന്, ഇന്ത്യയുടെ ആർട്ടിക് താല്പര്യങ്ങൾ തന്നെയാണ്. നോർവേയിലെ സ്വാൽബാർഡിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഹിമാദ്രി എന്ന് പറയുന്ന പേരിൽ ഒരു ഗവേഷണ സ്ഥാപനമുണ്ട്. അപ്പോൾ ഗവേഷണം എന്ന് പറയുന്നത് ആർട്ടിക്കിലെ മഞ്ഞുരുകളുണ്ടല്ലോ, ആ മഞ്ഞുരുകൾ ഇന്ത്യയിലെ കാലവർഷത്തെ മൺസൂണിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഈ മേഖലയിൽ US വരികയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾക്കുൾപ്പെടെ അവിടെ ഒരു നിയന്ത്രണം വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് ഇന്ത്യക്കുള്ളൊരു ബന്ധമാണ്. ഈ US നമ്മളുമായിട്ട് അടുത്തൊരു പങ്കാളി തന്നെയാണ്. ഈ താരിഫ് വിഷയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും, കാരണം ഈ വിഷയം നിലനിൽക്കുമ്പോഴാണ് പലതരത്തിലുള്ള കരാറുകൾ നമ്മളിപ്പോൾ US-ഉമായിട്ട് ഒപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളുമായിട്ടൊരു വലിയൊരു തർക്കം എന്ന് പറയാൻ പറ്റില്ല, ഒരു നയതന്ത്രപരമായിട്ടുള്ള തർക്കമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഊർജ്ജ സുരക്ഷയും വ്യാപാരപാതകളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് റഷ്യയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട്. ഇന്ത്യ നിലവിൽ റഷ്യയുടെ ഓയിലും വാതകവും ഗ്യാസും ഒക്കെ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടാതെ ആർട്ടിക് മേഖലയിൽ റഷ്യയുടെ എണ്ണ നിക്ഷേപം ഉണ്ടല്ലോ, അതിൽ ഇന്ത്യയും നിക്ഷേപം നടത്തുന്നുണ്ട്. അതായത് വോസ്റ്റോക്ക് ഓയിൽ പ്രോജക്റ്റിലൊക്കെ ഇന്ത്യയുടെ വലിയ തോതിലുള്ള ഒരു നിക്ഷേപം അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ചൊല്ലിക്കൊണ്ട് റഷ്യയും US-ഉം തമ്മിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയെ ബാധിക്കും. കാരണം എന്ന് പറയുന്നത് ഈ ഗ്രീൻലാൻഡ് വിഷയത്തിൽ വരുമ്പോൾ ഇന്ത്യ ആർക്കൊപ്പമാണ്, നമ്മുടെ നിലപാട് ആർക്കൊപ്പമാണ് എന്ന് പറയേണ്ടി വരും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ US-ഉമായിട്ടും നമുക്ക് ബന്ധമുണ്ട്, റഷ്യയുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഇന്ത്യ ആർക്കൊപ്പമാണ് എന്നുള്ള ഒരു കാര്യം വരും. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നാറ്റോ കരാറാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. US-ഉം ഡെൻമാർക്കും തമ്മിൽ നാറ്റോ അംഗങ്ങളാണ്. അപ്പോൾ ഡെൻമാർക്കിൻ്റെ ഭാഗമാണ്
ഗ്രീൻലാൻഡ്. സ്വാഭാവികമായിട്ടും ആ ഒരു ഭാഗത്തെ കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ PM പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഇത് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗമാകാനായിട്ട് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ പുതിയ പ്രലോഭനങ്ങളൊക്കെ നൽകുകയും അതിലേക്ക് വീഴാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഏറ്റുമുട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡെൻമാർക്കിനെ ആക്രമിക്കുന്നതിന് തുല്യമാകും. അപ്പോൾ ഡെൻമാർക്ക് നാറ്റോ അംഗമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് അത് പോകും. അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടുകൾ അനുസരിച്ചിട്ടും അമേരിക്കയുടെ ഇത്തരത്തിലുള്ള എന്താ പറയുക സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഒരു നാറ്റോ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാനുള്ള സാധ്യതകളില്ല. അപ്പോൾ അമേരിക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാവുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ പോലും ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഒപ്പമല്ല എന്നുള്ളത് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഈ ഒരു മേഖലയിൽ ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ അമേരിക്കയ്ക്ക് ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചൈന ഈ അപൂർവ ധാതുക്കൾ എന്ന് പറയുന്നതിൽ മേൽക്കൈ ഉള്ളതുകൊണ്ട് ഈ ഒരു മേഖലയിൽ അവർക്ക് കൂടി മേൽക്കോയ്മ നേടാനുള്ള ഒരു സാധ്യതകൾ തേടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ എണ്ണവില ഉയരാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യും. നമുക്കറിയാം ഇത് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അമേരിക്കയെ സംബന്ധിച്ചിട്ടും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കൂടാതെ നയതന്ത്രപരമായിട്ടുള്ള ഒറ്റപ്പെടൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ആഭ്യന്തര തലത്തിൽ അവർക്ക് എതിർപ്പുണ്ടാകാനും സാധ്യതകളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്, അമേരിക്കയുടെ ഇപ്പോഴത്തെ നയങ്ങൾക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ വലിയ രീതിയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ട്രംപിന്റെ നിലനിൽപ്പിന് പോലും ഇതൊരു വലിയ ഭീഷണിയാകാനുള്ള സാധ്യതകളുണ്ട്.